Hey all, welcome to Impulse. നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമസ്യൂട്ടിക് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ആസിഡ് ബേസ് ആൻഡ് ബഫർ ആയിരിക്കും. സോ എന്താണ് ആസിഡ്, എന്താണ് ബേസ്, നിങ്ങൾ പണ്ട് മുതൽ പഠിക്കുന്നതാണ്. സോ സബ്സ്റ്റൻസ് കേപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് എ പ്രോട്ടോൺ ടു അനദർ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് എന്താണ് ആസിഡ് അല്ലേ. Turns blue litmus paper red, have a pH less than 7, taste sour and react with base to form salt and water. സോ ഇത് നിങ്ങൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്, ഇതിലൊരു മാറ്റവും ഇല്ല അല്ലേ. ഇനി ബേസ് ആണെങ്കിലോ മോളിക്കുലർ ഓർ അയൺ ഏബിൾ ടു അക്സെപ്റ്റ് എ ഹൈഡ്രജൻ ഫ്രം ആസിഡ്. സോ ആസിഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുകയും ബേസ് ആണെങ്കിൽ അക്സെപ്റ്റിംഗ് എ ഹൈഡ്രജൻ അയൺ ഫ്രം എൻ ആസിഡും ആയിരിക്കും. ഇനി ആസിഡ് ആണെങ്കിൽ റെഡ് ആക്കുകയും ലിറ്റ്മസ് പേപ്പറിനെയും, ബേസ് ആണെങ്കിൽ ബ്ലൂ ആക്കും. ഹാവ് എ ഗ്രേറ്റർ ദൻ pH 7 ആണെന്നുണ്ടെങ്കിൽ ബേസും, ഹാവ് എ pH ലെസ് ദൻ 7 ആണെങ്കിൽ എന്താണ് ആസിഡും ആയിരിക്കും. സോ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ബേസ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. സോ ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ചാർട്ടാണ്. സോ നിങ്ങൾക്ക് ഇത് പഠിച്ച് എഴുതി വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഈസി ആൻഡ് പേപ്പർ വിൽ ബി സോ പ്രസൻറ്റബിൾ കേട്ടോ. സോ കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ആണ്. സോ അരീനിയസ് തിയറി പറയുവാണെങ്കിൽ സബ്സ്റ്റൻസ് ദാറ്റ് റിലീസ് ഹൈഡ്രജൻ ആൻഡ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളവുമായിട്ട് നമ്മൾ കലക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റൻസ് ദാറ്റ് റിലീസ് ഹൈഡ്രജൻ അല്ലെ, H+Cl- ആണ്. ബേസ് ആണെങ്കിലോ റിലീസ് ഹൈഡ്രോക്സിൽ അയോൺസ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ, NaOH, Na++OH ആണ്. സോ ലിമിറ്റേഷൻ പറയുവാണെങ്കിൽ ആസിഡും ബേസും അക്വ സൊല്യൂഷനിൽ എങ്ങനെയായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റിയിട്ടുള്ളൂ. നോൺ അക്വസിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ബേസിക് നേച്ചർ ലൈക്ക് Na2CO3, NH3 എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിത്ത് ലാക്ക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് cannot explain acid nature of substance like CO2, SO2, SO3 with lack hydrogen. സോ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ ലാക്കിങ് ചെയ്യുന്നത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതും, ആസിഡ് ആണെങ്കിൽ ഹൈഡ്രജൻ ലാക്ക് ചെയ്യുന്നത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അൺഏബിൾ ടു എക്സ്പ്ലെയിൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ സോൾവെന്റ്. സോ സോൾവെന്റ് ഇല്ലാതെ ആസിഡിനോ ബേസിനോ പറ്റി ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് അരിനസ് തിയറി പറയുവാണെങ്കിൽ. ലോറിസ് ബോൺസ്റ്റൺ തിയറി ആണെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് ദാറ്റ് ഡൊണേറ്റ് പ്രോട്ടോൺ ആണ് എന്ത് ആസിഡ്, HCl NH4+BF3 ആണ്. ബേസ് ആണെങ്കിലും സബ്സ്റ്റൻസ് ദാറ്റ് അക്സെപ്റ്റ് എ പ്രോട്ടോൺ ആണ്, OH- NH3 ആണ്. സോ എന്താണ് കോൺജുഗേറ്റ് ബേസ് പെയർ? എ പെയർ ഡിഫറെൻ്റ്ലി ഓൺലി ബൈ എ പ്രോട്ടോൺ. സോ ഒരു പെയർ ആണ് ബട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു പ്രോട്ടോൺ കാരണം മാത്രമായിരിക്കും. ആസിഡ് ഡൊണേറ്റ് എ പ്രോട്ടോൺ ടു ഫോം ഇറ്റ് കോൺജുഗേറ്റ് ബേസ്. ആസിഡ് എന്തെങ്കിലും പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുകയും അങ്ങനെ കോൺജുഗേറ്റ് ബേസ് ആവുകയും ചെയ്യുന്നു. അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആവുകയും ബേസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കോൺജുഗേറ്റ് ആസിഡ് ആവുകയാണ് ചെയ്യുക. ഒന്നും കൂടെ പറയാം, ആസിഡ് ഡൊണേറ്റ് എ പ്രോട്ടോൺ. ഇത് ആസിഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു ടു ഫോം കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, ഇനി ബേസ് ആണെങ്കിലോ അക്സെപ്റ്റ് പ്രോട്ടോൺ ടു ഫോം കോൺജുഗേറ്റ് ആസിഡ് കേട്ടോ. ഈ ഒരു രീതിയിലാണ്. സോ Cl- ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് HCl, H3O+ ഈസ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് H2O. സോ എക്സാമ്പിളൊക്കെ പഠിച്ചു വെക്കുക. ലൂയിസ് തിയറി ആണെങ്കിലോ മോളിക്യൂൾസ് ഓർ അയൺസ് ദാറ്റ് അക്സെപ്റ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ലോൺ പെയർസ് ആയിരിക്കും. ബേസ് ആണെങ്കിലോ ഡൊണേറ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആസിഡിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ബഫർ സൊല്യൂഷൻ ആൻഡ് ബഫർ കപ്പാസിറ്റി ആണ്. സോ എന്താണ് ബഫർ സൊല്യൂഷൻ, എന്താണ് ബഫർ കപ്പാസിറ്റി? സോ ബഫർ എന്ന് വെച്ചാൽ കോമ്പൗണ്ടഡ് മിക്സ്ചർ ദാറ്റ് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH അപ്പോൺ അഡീഷൻ ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എൻ ആസിഡ് ഓർ ആൽക്കലി. നിങ്ങൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്താലും കുറച്ച് ആൽക്കലി ആഡ് ചെയ്താലും അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, അത് റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആസിഡ് ബഫർ ആണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾവ് വിത്ത് എ സ്ട്രോങ് ബേസ്. എന്താണ് കോമ്പിനേഷൻ ഓഫ് വീക്ക് ആസിഡും ആൻഡ് എ സ്ട്രോങ് ബേസും ഉണ്ടായിരിക്കും. സോ CH3COOHും CH3CONA, H2CO3 ആൻഡ് NHCO3 എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചോളാം. ആൻഡ് ബേസിക് ബഫർ ആണെങ്കിലോ കോമ്പിനേഷൻ ഓഫ് എ വീക്ക് ബേസ് ആൻഡ് സോൾവ് വിത്ത് ആൻഡ് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. ഇവിടെ തിരിച്ചിട്ടായിരിക്കും, വീക്ക് ബേസും ആൻഡ് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. NH4OH ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ ബഫർ ഇക്വേഷൻ എങ്ങനെയാണ്? സോ ബഫർ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് pH ആൻഡ് ആർ നോട്ട് അഫക്ട് ബൈ ഡൈല്യൂഷൻ ഓർ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കുറച്ച് ആസിഡ് ആഡ് ചെയ്താലും കുറച്ച് ബേസ് ആഡ് ചെയ്താലും ഒരു മാറ്റം ഉണ്ടാവില്ല. ദ pH ഓഫ് ദ ബഫർ സൊല്യൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റ് യൂസിങ് ഹാൻഡർസൺ-ഹാസൽബാഗ് ഇക്വേഷൻ. സോ pH ഈസ് ഈക്വൽ ടു pK പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ് ആണെങ്കിൽ ആസിഡ് ബഫേഴ്സിനും, ബേസിക് ആണെങ്കിൽ pH ഈസ് ഈക്വൽ ടു pKw മൈനസ് pKb പ്ലസ് ലോഗ് ബേസ് ബൈ സോൾട്ടും ആയിരിക്കും. ഇനി ബഫർ കപ്പാസിറ്റി എന്താണ്? ദ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ് ദറ്റ് ക്യാൻ ബി ആഡ് ടു 1 liter ഓഫ് ബഫർ സൊല്യൂഷൻ ബിഫോർ ഇറ്റ്സ് pH ചേഞ്ച്.
സിഗ്നിഫിക്കൻ്റ്ലി. അപ്പം നിങ്ങൾ ഇതിലേക്ക് എത്ര ആസിഡ് ആഡ് ചെയ്താലും എത്ര ബേസ് ആഡ് ചെയ്താലും ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുന്നൊരു പോയിന്റ് ഉണ്ടായിരിക്കും കേട്ടോ. എന്നാൽ ഇവിടെ പറയുന്ന വെച്ചാൽ എന്താണ്, ദ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ടു 1 liter ഓഫ് ബഫർ സൊല്യൂഷൻ ബിഫോർ ഇറ്റ്സ് പി എച്ച് ചേഞ്ച്. അപ്പം എപ്പോഴാണോ പി എച്ച് ചേഞ്ച് ആകുന്നത് വരെ, 1 ലിറ്ററിലാണ് കേട്ടോ കാര്യം പറയുന്നത്, ആകുന്നത് വരെ എന്താണ്, അതൊരു ബഫർ കപ്പാസിറ്റി ആണ്. സോ ബേസിക്കലി ഇപ്പോൾ ഞാൻ പറയുവാണ് എൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ബിരിയാണ്, അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല, അപ്പോഴത്തേക്ക് ഞാൻ മയങ്ങി വീണ് പോകും. ഇതാണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. സോ എക്സ്പ്രസ് മാത്തമെറ്റിക്കലി ആസ് ബഫർ കപ്പാസിറ്റി ഡെൽറ്റ ബി ബൈ ഡെൽറ്റ പി എച്ച്, വെയർ ഡെൽറ്റ ബി ഇസ് ദ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ് ആഡഡ് ടു ചേഞ്ച് ദ പി എച്ച് ബൈ 1 unit. സോ ഡെൽറ്റ ബി ബൈ ഡെൽറ്റ പി എച്ച് ആണ് എന്ത്, നമ്മളിവിടെ അതിൽ ഡെൽറ്റ ബീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 യൂണിറ്റ് മാറ്റുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 5 ആണെങ്കിൽ ആ 6 ആയിട്ട് മാറാനായിട്ട് എടുക്കുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൽറ്റ ബി എന്ന് പറയാം. സോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പറയുവാണെങ്കിൽ റേഷ്യോ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ സോൾട്ട് ടു ദ ആസിഡ് ഓർ ബേസ്. ടോട്ടൽ ബഫർ കോൺസെൻട്രേഷൻ പറയുവാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ പ്രൊവൈഡ് ഗ്രേറ്റർ ബഫർ കപ്പാസിറ്റി. കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ബഫർ കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുക. ടെമ്പറേച്ചർ പ്രശ്നം തന്നെയാണ്, ടെമ്പറേച്ചർ കൂടുതലും കുറഞ്ഞതും മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് അയോണിക് സ്ട്രെങ്ത് ആണെങ്കിലോ ഡൈലൂട്ട് റെഡ്യൂസ് അയോണിക് സ്ട്രെങ്ത്. സോ നമ്മൾ ഡൈലൂട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അയോണിക് സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുക. ആൻഡ് ഓൾട്ടറിങ് പി എച്ച് ആൻഡ് ഡിക്രീസ് ബഫർ കപ്പാസിറ്റി. സോ ബഫർ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ കാര്യങ്ങളാണ്. സോ നമുക്ക് നമുക്ക് ടോണിസിറ്റി മെഷർ ചെയ്യാം. സോ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹീമോലൈറ്റിക് മെത്തേഡാണ്. ഹീമോലൈറ്റിക് ബ്ലഡുമായി ബന്ധപ്പെട്ടാണ്. ഇൻവോൾവ് സസ്പെൻഡിങ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ വേരിയസ് സൊല്യൂഷൻ. സോ നമ്മൾ ആർ ബി സി ഡിഫറെൻറ്റ് സൊല്യൂഷനിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. ആർ ബി സി സ്വെൽ ആവുന്നുണ്ടോ, ബേസ്റ്റ് ആവുന്നുണ്ടോ, ഷ്രിങ്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ റിങ്കിൾസ് ഫോം ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആർ ബി സിയുടെ ഇൻറ്റഗ്രിറ്റി അറിയുന്ന രീതി. ഇതിനാണ് നമ്മൾ ഹീമോലൈറ്റിക് മെത്തേഡ് പറയുക. ഇനി നെക്സ്റ്റ് പറയുന്ന ക്രയോസ്കോപ്പിക് മെത്തേഡാണ്. ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്യുവർ വാട്ടറിൻ്റെ ഫ്രീസിംഗ് എന്ന് വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ലൈക്ക് NaCl ആഡ് ചെയ്യുവാണെങ്കിൽ ഫ്രീസിംഗ് പോയിന്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അത് കുറയുമായിരിക്കും ചെയ്യുക. സോ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് ബ്ലഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി -0.52 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഡ്രഗ് സൊല്യൂഷൻ എയിം ഫോർ എ സിമിലർ വാല്യൂ ടു ബി ഐസോട്ടോണിക്. സോ നമുക്ക് ബ്ലഡിൻ്റെ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അറിയാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നും അതേപോലെ ഐസോട്ടോണിക് ആണോ എന്ന് നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ ആണോ അല്ലോ ചെക്ക് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമ്മൾ ഐസോട്ടോണിസിറ്റി നോക്കുന്നത് ഈ രീതിയിൽ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാൽക്കുലേഷൻ ആൻഡ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ഐസോട്ടോണിസിറ്റി ആണ്. നമുക്ക് ഒരുപാട് ക്ലാസ് ഉണ്ട്. ദ ഫസ്റ്റ് ക്ലാസ് 1 മെത്തേഡ് എന്ന് വെച്ചാൽ ഇൻവോൾവിംഗ് ആഡിങ് NaCl ഓർ സബ്സ്റ്റൻസ് ടു ദ ഡ്രഗ് സൊല്യൂഷൻ ടു ലോവർ ദ പോയിന്റ് ഓഫ് -0.52 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോഴാണ് നിങ്ങളിവിടെ മേലെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുക, ക്രയോസ്കോപ്പിക് മെത്തേഡുമായിട്ട് ബന്ധമുണ്ട്. സോ എക്സാമ്പിൾ ഇൻക്ലൂഡിംഗ് ക്രയോസ്കോപ്പിക് ആൻഡ് സോഡിയം ക്ലോറൈഡ് ഇക്വലന്റ് മെത്തേഡ്. സോ 2 മെത്തേഡാണ്. സോ ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് NaCl ഇക്വലന്റ് ടു 1 gram ഓഫ് ഡ്രഗ്. സോ നമ്മൾ അറിയണമല്ലോ NaCl ഇക്വലന്റ് ടു 1 gram ഓഫ് ഡ്രഗ് എങ്ങനെ അറിയേണ്ട ആവശ്യമുണ്ട്. സോ PSA ഈസ് ഈക്വൽ ടു 0.9 മൈനസ് PSM ഇൻറ്റു E ആണ്. സോ PSA പറഞ്ഞാൽ പെർസെൻറ്റേജ് സ്ട്രെങ്ത് ഓഫ് NaCl ടു അഡ്ജസ്റ്റ് ടോണിസിറ്റി. PSM ആണെങ്കിൽ പേഴ്സണേജ് സ്ട്രെങ്ത് ഓഫ് മെഡിക്കമെൻറ്റ്. PSM മെഡിക്കമെൻ്റ് ആണ് കേട്ടോ. ഇവിടെ NaCl എത്ര നമുക്ക് ടോണിസിറ്റി അറിയാൻ വേണ്ടിയിട്ട് E ഈസ് ഈക്വൽ ടു ഇക്വലന്റ് ടു ദ മെഡിക്കമെൻ്റ് ആയിരിക്കും. അങ്ങനെ 3 വാല്യൂ. ക്ലാസ് 2 മെത്തേഡ് ആണെങ്കിൽ ഇൻവോൾവിംഗ് ആഡിങ് വാട്ടർ ടു ഡ്രഗ് ടു അച്ചീവ് ഐസോട്ടോണിസിറ്റി. നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഐസോട്ടോണിസിറ്റി കിട്ടുന്ന രീതി. ദെൻ ബ്രിങ്ങിങ് ദ പ്രിപ്പറേഷൻ ടു ദ ഫൈൻ വോളിയം വിത്ത് ആൻ ഐസോട്ടോണിക് ഓർ ബഫർ ഐസോട്ടോണിക് സൊല്യൂഷൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈൻ വോളിയം ഐസോട്ടോണിക്കോ അല്ലെങ്കിൽ ബഫർ ഐസോട്ടോണിക് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ലൈക്ക് 0.9% NaCl ആയിരിക്കും. അതിൽ തന്നെ വൈറ്റ് വിൻസെൻ്റ് മെത്തേഡ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് വാട്ടർ നീഡ് ടു മേക്ക് ദ സൊല്യൂഷൻ ഐസോട്ടോണിക്. നമ്മളിവിടെ വെള്ളമാണ് നോക്കുന്നത് ഐസോട്ടോണിക് ആക്കാനായിട്ട് ആവശ്യമായ വെള്ളം നമ്മൾ നോക്കുകയാണ് ചെയ്യുക. ഫോർമുല W ഈസ് ഈക്വൽ ടു E ഇൻറ്റു 111.1 ആണ്. V ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ നീഡ് ടു മേക്ക് അപ്പ് ദ സൊല്യൂഷൻ ഐസോട്ടോണിക്. W ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഡ്രഗ് ആൻഡ് E ഈസ് ഈക്വൽ ടു NaCl ഇക്വലന്റ് ഓഫ് ദ ഡ്രഗ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ 3 പോയിന്റ് വെച്ച് അറിയുന്നത്. സോ ഇത് പാർട്ട് 1 ആണ്, സിമ്പിളാണ്. നമ്മുടെ അല്ലാണ്ട് ഷോർട്ട് നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് സൈഡ് ഇട്ടും റെഫറൻസ് നോട്ട് എന്തായാലും വായിക്കണം. ബിക്കോസ് ഒരു ചോദ്യം ഇവിടെ നിന്ന് ഉറപ്പായിട്ടും വരും. ഐസോട്ടോണിസിറ്റി ആയിരിക്കും മെഷർ ഓഫ് ടോണിസിറ്റിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റിംഗ് ഐസോട്ടോണിസിറ്റി ആയിരിക്കും ചോദിക്കേണ്ടാവുക. ഇത്രയും പോയിന്റ് തന്നെ നിങ്ങൾക്ക് മാർക്ക് അവിടെ കിട്ടുന്നതാണ്. സോ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്ത് പോകരുത്, എന്തായാലും നോക്കണം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.